തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായുള്ള എൻ വാസുവിന്റെ മുൻ നിയമനം ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് കമ്മീഷണർ സ്ഥാനത്തേക്ക് IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഇടത് സർക്കാർ വാസുവിനെ നിയമിച്ചത്. കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ചാ കേസിൽ മൂന്നാം പ്രതിയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് കൂടിയായ എൻ വാസു. ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കാനും ശബരിമലയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾക്കുമായാണ് 1994 ഹൈക്കോടതി ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനെ നിയമിച്ചത്. പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നായിരുന്നു ശുപാർശ. ഈ നിർദ്ദേശം ഹൈക്കോടതി ശരിവെച്ചു. കൂടാതെ വിജിലൻസ് SPI IPS ഉദ്യോഗസ്ഥനെയും ഓഡിറ്റ് വിംഗ് തലപ്പത്തേക്ക് AGS ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെയും മരാമത്ത് പണികളുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് സബ്ജക്ട് എക്സ്പെർട്ടിനെയും നിയമിക്കണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരുന്നു. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ ശുപാർശ പ്രകാരം തന്നെ പാനൽ തയ്യാറാക്കിയതാണ് 1994 മുതൽ 2010 വരെ സർക്കാർ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ നടത്തിയത്. എന്നാൽ അച്യുതാനന്ദൻ സർക്കാരിന്റെ അവസാന കാലത്താണ് ഹൈക്കോടതി നിർദ്ദേശം കാറ്റിൽ പറത്തി 2010 നവംബർ 10 സിവിൽ സർവീസ് യോഗ്യതയില്ലാത്ത എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത്. 2018 പിണറായി സർക്കാരും ഇതേ നിലപാട് ആവർത്തിച്ചു. ഈ കാലയളവിലാണ് സ്വർണ്ണ കവർച്ചയടക്കമുള്ള ഗുരുതര അഴിമതികൾക്ക് എൻ വാസു പങ്കാളിയായത്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായും വാസുവിനെ പിണറായി സർക്കാർ നിയമിച്ചു. കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ച കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു. സ്വർണ്ണപ്പാളികൾ രേഖകളിൽ ചെമ്പായി മാറിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതും വാസുവിന്റെ ശുപാർശയിന്മേൽ ആയിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.